NMS ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഹാജർ രേഖപ്പെടുത്തിൻ്റെ റിപ്പോർട്ട് നോക്കുന്നത് സൈറ്റിൽ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഫസ്റ്റ് ഗൂഗിൾ ക്രോമിലാണ് നമ്മൾ NREGൻ്റെ സൈറ്റ് എടുക്കണം. NREGയെ അടിച്ചു കൊടുത്തിട്ടുണ്ട്, സെർച്ച് കൊടുത്തിട്ടുണ്ട്. സൈറ്റിൻ്റെ ഇത് അഡ്രസ്സ് വരും. ആ സൈറ്റിൻ്റെ അഡ്രസ്സിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം സൈറ്റിനെ കുറിച്ചിട്ട് ഫുൾ ഡീറ്റെയിൽസ് വരും. സൈറ്റിൽ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള റിപ്പോർട്ട് കാര്യങ്ങളെല്ലാം ഫോട്ടോസൊക്കെ വന്നിട്ടുണ്ട്. NREGയിൽ ചെയ്ത വർക്കുകളുടെ ഫോട്ടോസ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും റിപ്പോർട്ടിന് കറക്റ്റ് നോക്കാൻ പറ്റും. അതിൻ്റെ മുകളിൽ ഒരു ഓറഞ്ച് കളറിൽ ഒരു ഇതുണ്ട്, പോയിൻ്റ് 3 വരെയുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തെങ്കിലാണ് നമുക്ക് എല്ലാ റിപ്പോർട്ട്സും കാണാൻ പറ്റുന്നത്. ആ 3 വരയിൽ ക്ലിക്ക് ചെയ്ത ശേഷം പിന്നെ കീ ഫീച്ചേഴ്സ് എടുക്കുക. കീ ഫീച്ചേഴ്സിൽ റിപ്പോർട്ട്സിൽ ഡെയിലി അറ്റൻഡൻസ് എന്ന് കാണുന്നുണ്ട്. NMS ഡെയിലി അറ്റൻഡൻസ് റിപ്പോർട്ട്. അത് ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് മുമ്പത്തെ പോലെ ഡേറ്റ് നോക്കുക. ഏത് ഡേറ്റാണ് നമുക്ക് വേണ്ട റിപ്പോർട്ട്. ഇന്ന് ഡേറ്റ് എടുക്കുക. എൻ്റെ സ്റ്റേറ്റ് ക്ലിക്ക് ചെയ്യുക. സ്റ്റേറ്റ് ക്ലിക്ക് ചെയ്ത ശേഷം പ്രൊസീഡ് കൊടുത്തതിന് ശേഷം നമ്മൾ സ്റ്റേറ്റിൻ്റെ മുകളിലേക്ക് കേരള വന്നില്ലേ, കേരള ക്ലിക്ക് ചെയ്ത ശേഷം ജില്ല കൊടുക്കുക. ജില്ലയുടെ മുകളിൽ ക്ലിക്ക് ചെയ്ത ശേഷം ബ്ലോക്ക് കൊടുക്കുക. ബ്ലോക്ക് കൊടുത്ത ശേഷം ബ്ലോക്കിലെ പഞ്ചായത്തിൽ എല്ലാ പഞ്ചായത്തും ഉണ്ടാവും. അതിൽ എത്ര വർക്ക്സാണ് നമ്മൾ ചെയ്തത്, എത്ര മസ്റ്റോളാണ് ചെയ്തത്, എത്ര ആൾക്കാരാണ് ഇന്ന് ഹാജർ രേഖപ്പെടുത്തിയതിൻ്റെ കണക്കും കൂടി ഒരു എക്സ്ട്രാ ഒരു കോളം കൂടി എക്സ്ട്രാ ആഡ് ചെയ്തു. അതിൽ മസ്റ്റോൾ നമ്പറിൻ്റെ എത്ര മസ്റ്റോളിലാണ് നീലയിൽ ക്ലിക്ക് ചെയ്താൽ നിലാൻ്റെ മസ്റ്റോൾ എത്ര മസ്റ്റോൾ എണ്ണുന്നുണ്ട്. നീലയിൽ ക്ലിക്ക് ചെയ്തെങ്കിൽ എല്ലാ മസ്റ്റോളും വരും. നമ്മൾ പഞ്ചായത്തിൽ നമ്മൾ ചെയ്ത എല്ലാ മസ്റ്റോളും വരും. അപ്പോൾ നമ്മുടെ മസ്റ്റോൾ ഏതാണ്, ആ മസ്റ്റോളിൻ്റെ നീല കളറാണ് മസ്റ്റോൾ നമ്പറിൻ്റെ മുകളിൽ നീല കളറിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ടാകുമ്പോൾ എത്ര ആൾക്കാർ ഹാജർ അപ്പുറത്തെ കുളത്തിലുണ്ട് കാണുന്ന ഹാജർ രേഖപ്പെടുത്തിയത്. ആ മസ്റ്റോൾ നമ്പറിൽ ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾ ചെയ്ത റിപ്പോർട്ട് കറക്റ്റ് വരും. ആരൊക്കെ പ്രസൻ്റ് ഉണ്ട്, ആരൊക്കെ ആബ്സെൻ്റ് ഉണ്ട്. ഫോട്ടോസ് ഫോട്ടോസും വന്നു. പിന്നെ ആരാണ് മേറ്റാണ് ചെയ്തത് കറക്റ്റ് ഡേറ്റ് സമയം എല്ലാം കറക്റ്റ് ഉണ്ട്. അതിനുശേഷം താഴെ നോക്കാം. പിന്നെ ഫോട്ടോസ് അങ്ങനെയൊക്കെ കറക്റ്റ് ക്ലിയർ ആവണം. എല്ലാവരും മുഖവും ഫേസും കാണണം. ഒരാൾ ബാക്കിൽ നിൽക്കാൻ പാടില്ല. ഇതിൽ 2 ഫോട്ടോസ് ഞാൻ എടുത്തിട്ടുണ്ട്. നോക്കുക, ഒരു ഫോട്ടോസിൽ ബാക്കിൽ നിന്നില്ല. അത് ശരിയല്ല. ശരിക്കും പ്രസൻറ്റോ ആബ്സെൻറ്റോ ഈ ആൾക്കങ്ങൾ പ്രസൻറ്റ് ആബ്സെൻ്റ് എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നൊക്കെ വെരിഫൈ ചെയ്യാൻ പറ്റും. ഇതിനെ അപ്ലോഡ് ചെയ്തുകൊണ്ട് ഇതിനൊന്നും മാറ്റം വരുത്താനും പറ്റില്ല. നമുക്ക് അടുത്ത ഒന്നും കൂടി കാണിച്ചാൽ വേറൊരു മസ്റ്റർ കൂടെ ഇതിൽ കണ്ട ഈ ഫോട്ടോയുടെ മുകളിൽ ക്ലിക്ക് ചെയ്താൽ ഫോട്ടോയിൽ ആൾക്കാർ ഫുള്ളായിട്ട് കാണും. അപ്പോൾ 1-2 ആൾക്കാരൊക്കെ ബാക്കിൽ നിന്നിട്ടുണ്ട്. ഒരു തല മാറ്റിയേക്കുന്നത്. അങ്ങനെയാണ് എല്ലാവരുടെ ഫേസും കൃത്യമായിട്ട് കാണണം. അതാണ് ഈ ആപ്ലിക്കേഷൻ മുഖേന ചെയ്യേണ്ടത്. അതൊന്നും കൂടി എല്ലാവരും ശ്രദ്ധിക്കണം. പിന്നെ ബോർഡിൻ്റെ അടുത്ത് തന്നെ വേണമെന്നൊന്നുമില്ല. ബോർഡിന് കുറച്ച് മാറി നിന്നെങ്കിൽ പ്രശ്നമില്ല. ബോർഡല്ല നമ്മളെ ലൊക്കേഷൻ വരും. നമ്മൾ പഞ്ചായത്തിന് ബിഫോർ ഫോട്ടോ എടുത്ത ലൊക്കേഷനാണ് ഇതിൽ വരുന്നില്ല. ബോർഡിലൊരു ബാധകമില്ല. കുറേ ആൾക്കാർ ബോർഡ് വെച്ച് ബോർഡിൻ്റെ അടുത്ത് നിൽക്കണം. ബോർഡ് കാണണമെന്ന് ഒരു നിർബന്ധവുമില്ല. ബോർഡിന് ദൂരത്ത് നിൽക്കുകയും ചെയ്യാം. ലൊക്കേഷനിലാണ് നിൽക്കണം. 10 മീറ്ററിനുള്ളിൽ ലൊക്കേഷൻ നിൽക്കേണ്ടത്. അപ്പോൾ ഇത് നോക്കി കറക്റ്റ് ഉണ്ട്. ഈ ഫോട്ടോസ് നോക്കി കറക്റ്റ് എല്ലാവരുടെ ഫേസും കാണും. നമുക്ക് വ്യക്തമായിട്ട് ആരാണ് പണിയെടുത്തത്. ഇതുപോലെയാണ് ഫോട്ടോ എടുക്കേണ്ടത്. അപ്പോൾ എല്ലാവരും എന്നെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. പിന്നെ അപ്ലോഡ് ചെയ്ത ശേഷം ഒന്നും മാറ്റം വരുത്താൻ പറ്റില്ല. നമുക്ക് ഓപ്ഷനില്ല. അതിന് മുമ്പേ സേവ് ആക്കിയ ശേഷം വേണമെങ്കിൽ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.